എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ബാബാജിയുമായുള്ള എൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ഉണ്ടായത്. ലാഹിരി മഹാശയൻ പറഞ്ഞു. 1861 ഒരു ശരത്കാലത്ത് സർക്കാരിൻ്റെ മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അക്കൗണ്ടൻ്റായി ഞാൻ ദാനാപുരത്ത് നിയോഗിക്കപ്പെട്ടിരുന്നു. ഒരു പ്രഭാതത്തിൽ ഓഫീസ് മാനേജർ എന്നെ വിളിച്ചു. ലാഹിരി, നമ്മുടെ കേന്ദ്ര ഓഫീസിൽ നിന്നൊരു കമ്പി സന്ദേശം വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു സൈനിക സങ്കേതം തുറക്കുന്ന റാണിഖേത്തിലേക്ക് നിങ്ങളെ സ്ഥലം മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. ഒരു ജോലിക്കാരനുമായി ആ 500 മൈൽ യാത്രയ്ക്ക് ഞാൻ പുറപ്പെട്ടു. കുതിരവണ്ടിയിൽ യാത്ര ചെയ്ത് 30 ദിവസം കൊണ്ട് ഹിമാലയത്തിലെ റാണിഖേത്തിലെത്തി. എൻ്റെ ഓഫീസ് ജോലികൾ ഭാരിച്ചതായിരുന്നില്ല. മനോജ്ഞമായ കുന്നുകളിൽ ചുറ്റി നടക്കാൻ എനിക്ക് ധാരാളം സമയം ലഭിച്ചു. ശ്രേഷ്ഠമായ ഋഷീശ്വരന്മാർ തങ്ങളുടെ സാന്നിധ്യത്താൽ ആ പ്രദേശത്തെ അനുഗ്രഹിച്ചിരുന്നുവെന്ന വർത്തമാനം ഞാൻ കേട്ടു. അവരെ കാണാനുള്ള ഒരാഗ്രഹം എന്നിൽ ശക്തമായി ഉണ്ടായി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ചുറ്റി നടന്നപ്പോൾ ആരോ ഒരാൾ അകലെ നിന്ന് എൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് ഞാൻ വിസ്മയചകിതനായി. ദ്രോണഗിരി പർവ്വതത്തിലേക്ക് ഞാൻ ഉത്സാഹത്തോടെ തുടർന്നു കയറി. കാട്ടിൽ ഇരുട്ടു പരക്കുന്നതിനു മുമ്പ് വന്ന വഴിയെ തിരിച്ചു പോകാൻ സാധിച്ചില്ലെങ്കിലോ എന്ന ചിന്ത എനിക്ക് ചെറിയ അസ്വസ്ഥത പടർത്തി. വശങ്ങളിൽ ഗുഹകൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ വെളിസ്ഥലത്ത് ഒടുവിൽ ഞാൻ എത്തി. കൈ നീട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പാറക്കെട്ടുകളിലൊന്നിൽ ഒരു യുവാവ് പുഞ്ചിരിയോടെ നിന്നിരുന്നു. ചെമ്പിച്ച മുടിയൊഴിച്ചാൽ അദ്ദേഹത്തിന് എന്നോട് ശ്രദ്ധേയമായ രൂപസാമ്യമുള്ളതായി ഞാൻ അതിയായ ആശ്ചര്യത്തോടെ കണ്ടെത്തി. ലാഹിരി, നീ വന്നെത്തി, ആ മഹാത്മാവെന്നെ ഹിന്ദിയിൽ സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്തു. ഇവിടെ ഈ ഗുഹയിൽ വിശ്രമിക്കൂ, ഞാനാണ് നിന്നെ വിളിച്ചത്. ധാരാളം കമ്പിളിപ്പുറപ്പുകളും ഏതാനും കമണ്ഡലുകളും ഉണ്ടായിരുന്ന വൃത്തിയുള്ള ചെറിയ ആ ഗുഹയിൽ ഞാൻ പ്രവേശിച്ചു. ലാഹിരി, നീ ആ ഇരിപ്പിടം ഓർക്കുന്നുണ്ടോ? ഒരു മൂലയിൽ മടക്കി വെച്ചിരുന്ന ഒരു കമ്പളം ആ യോഗ്യവര്യൻ ചൂണ്ടിക്കാട്ടി. ഇല്ല പ്രഭു. എൻ്റെ അപ്രതീക്ഷിതമായ അനുഭവത്തിൻ്റെ അസാധാരണതയിൽ ഏതാണ്ട് കുഴങ്ങിയെ ഞാൻ കൂട്ടിച്ചേർത്തു. എനിക്കിപ്പോൾ പോകണം, ഇരുട്ടുന്നതിന് മുമ്പ്. എനിക്ക് രാവിലെ ഓഫീസിൽ ജോലിയുണ്ട്. അജ്ഞാതനായ ആ ദിവ്യൻ ഇംഗ്ലീഷിൽ പ്രതിവചിച്ചു. ഓഫീസ് നിനക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത്, നിന്നെ ഓഫീസിന് വേണ്ടിയല്ല. വനാന്തരത്തിലെ ഈ താമസന് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമല്ല, ക്രിസ്തുദേവൻ്റെ വാക്കുകൾ പരാവർത്തനം ചെയ്യാനും കഴിയുമെന്നതിൽ ഞാൻ അത്ഭുത പരതന്ത്രനായി. എൻ്റെ കമ്പി സന്ദേശം ഫലിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യോഗിയുടെ പരാമർശം എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചു. നിന്നെ ഈ വിജന പ്രദേശങ്ങളിലേക്ക് വിളിച്ചു വരുത്തിയ ആ കമ്പി സന്ദേശമാണ് ഞാൻ പരാമർശിക്കുന്നത്. നിന്നെ റാണിഖേത്തിലേക്ക് സ്ഥലം മാറ്റുക എന്ന ആശയം നിന്റെ മേലാധികാരിയുടെ മനസ്സിനോട് നിശബ്ദമായി നിർദ്ദേശിച്ചത് ഞാനാണ്. മനുഷ്യരാശിയുമായുള്ള എൻ്റെ ഐക്യം ഒരാൾക്ക് അനുഭവവേദ്യമാകുമ്പോൾ എല്ലാ മനസ്സുകളും അയാളുടെ ഇച്ഛാനുസരണം പ്രവർത്തിപ്പിക്കാവുന്ന പ്രേഷണ നിലയങ്ങൾ ആയിത്തീരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലാഹിരി, തീർച്ചയായും നിനക്ക് ഈ ഗുഹ പരിചിതമായി തോന്നുന്നില്ലേ? അമ്പരന്ന ഞാൻ നിശബ്ദനായി നിന്നപ്പോൾ ആ ദിവ്യദേഹം എൻ്റെ അടുത്തെത്തി എൻ്റെ നെറ്റിയിൽ മൃദുവായി തട്ടി. അദ്ദേഹത്തിൻ്റെ കാന്തസമാനമായ സ്പർശത്തിൽ എൻ്റെ പൂർവ്വജന്മത്തിൻ്റെ മധുര സ്മരണ ബീജങ്ങളെ വിമോചിപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായ ഒരു വൈദ്യുതി എൻ്റെ മസ്തിഷ്കത്തിലൂടെ പ്രവഹിച്ചു. ഞാൻ ഓർക്കുന്നു, സന്തോഷത്തിൻ്റെ തേങ്ങൽ കൊണ്ടെൻ്റെ ശബ്ദം ഗദ്ഗതമായിരുന്നു. എക്കാലവും എൻ്റേതായിരുന്ന എൻ്റെ ഗുരു ബാബാജിയാണങ്ങ്. കഴിഞ്ഞ കാലത്തിൻ്റെ രംഗങ്ങൾ എൻ്റെ മനസ്സിൽ മിഴിവോടെ തെളിയുന്നു. ഇതേ ഗുഹയിൽ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അനേകം വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചു. അവാജ്യമായ ഓർമ്മകൾ എന്നെ വികാരവിവശനാക്കിയപ്പോൾ ഞാൻ കണ്ണീരോടെ എൻ്റെ ഗുരുദേവൻ്റെ പാദങ്ങൾ പുണർന്നു. നീ എന്നിലേക്ക് തിരിച്ചെത്താൻ 3 ശതാബ്ദങ്ങളിലേറെ ഞാൻ കാത്തിരുന്നു. ബാബാജിയുടെ ശബ്ദത്തിൽ സ്വർഗീയ സ്നേഹം മുഴങ്ങി. നീ വഴുതി നീങ്ങിയിട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ തിരമാലകളിൽ അപ്രത്യക്ഷനായി. നിന്റെ കർമ്മത്തിൽ മാന്ത്രിക വടി നിന്നെ തൊട്ടു. നീ പോയി മറഞ്ഞു. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞെങ്കിലും എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീ ഒരിക്കലും മറഞ്ഞിരുന്നില്ല. മനോജ്ഞരായ ദേവതന്മാർ ഒഴുകി നീങ്ങുന്ന പ്രകാശമാനമായ സൂക്ഷ്മലോക സാഗരത്തിൽ ഞാൻ നിന്നെ പിന്തുടർന്നു. അന്ധകാരത്തിലും കൊടുങ്കാറ്റിലും പ്രതിസന്ധിയിലും പ്രകാശത്തിലും തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ കാക്കുന്നത് പോലെ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. മനുഷ്യ സഹജമായ ഗർഭസ്ഥകാല ജീവിതം കഴിഞ്ഞ് നീ ശിശുവായി പുറത്തു വന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നിൽ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് പത്മാസനസ്ഥനായ നിന്റെ ചെറിയ രൂപം ഘുർണി മണൽപ്പരപ്പിൽ നീ ആഴ്ത്തിയിരുന്നപ്പോഴും അദൃശ്യനായി ഞാൻ സന്നിഹിതനായിരുന്നു. മാസങ്ങളും വർഷങ്ങളും ക്ഷമയോടെ ഞാൻ നിന്നെ നിരീക്ഷിച്ചു പോന്നു, ഈ പരിപക്വമായ സുദിനവും കാത്തു. നീ ഇപ്പോൾ എന്നോടൊപ്പം എത്തിയിരിക്കുന്നു. ഇതാ മുമ്പ് നീ എക്കാലവും സ്നേഹിച്ചിരുന്ന നിന്റെ ഗുഹ. അത് ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും വൃത്തിയായും ഉപയോഗിക്കാൻ ഒരുക്കിയും വച്ചിരുന്നു. നീ ഇരുന്നിരുന്ന പവിത്രമായ കമ്പിളി ഇരിപ്പിടമിതാ. വികസിക്കുന്ന നിന്റെ ഹൃദയം ഈശ്വരനെ കൊണ്ട് നിറയ്ക്കാൻ നിത്യേന നീ ഇരുന്നിരുന്നത് ഇതിലാണ്. ഞാൻ തയ്യാറാക്കിയ അമൃതം മിക്കപ്പോഴും കുടിക്കാൻ നീ ഉപയോഗിച്ച നിന്റെ ലോട്ടായുധ. എന്നെങ്കിലും ഒരിക്കൽ
അതിൽ നിന്ന് നിനക്ക് വീണ്ടും കുടിക്കാൻ വേണ്ടി ആ പിച്ചളക്കോപ്പ ഞാൻ തേച്ചുമിനുക്കി സൂക്ഷിച്ചിരിക്കുന്നത് നോക്കൂ. എൻ്റെ സ്വന്തമായ നീ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നുവോ? എൻ്റെ ഗുരുദേവ, ഞാൻ എന്തു പറയട്ടെ? ഗദ്ഗദത്തോടെ ഞാൻ മന്ത്രിച്ചു. ഇത്ര അനശ്വര പ്രേമത്തെപ്പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജീവിതത്തിലും മരണത്തിലും എൻ്റെ ശാശ്വത നിധിയായ എൻ്റെ ഗുരുഭൂതനെ ആനന്ദ നിർവൃതിയിൽ ഞാൻ ദീർഘനേരം നോക്കി നിന്നുപോയി. ലാഹിരി, നിനക്കൊരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ലോട്ടായിലെ എണ്ണ കുടിക്കൂ, എന്നിട്ട് നീ നദീതീരത്ത് കിടക്കൂ. ബാബാജിയുടെ പ്രായോഗിക ബുദ്ധി ഇപ്പോഴും മുന്നിൽ തന്നെയെന്ന് പെട്ടെന്നെത്തിയ പഴയ ഓർമ്മയുടെ പുഞ്ചിരിയോടെ ഞാൻ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിച്ചു. ഹിമാലയത്തിലെ അതിശീതമായ രാത്രി വന്നെത്തുകയായിരുന്നെങ്കിലും ഊഷ്മളവും സുഗതവുമായ ഒരു കിരണപ്രസരണം എൻ്റെ ഉള്ളിൽ സ്പന്ദിക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു. അജ്ഞാതമായ ആ എണ്ണയിൽ പ്രപഞ്ചത്തിൻ്റെ ചൂട് നിറഞ്ഞിരുന്നുവോ? ഇരുട്ടിൽ എൻ്റെ ചുറ്റും കടുത്ത ശീതക്കാറ്റുകൾ ഭീഷണമായ വെല്ലുവിളിയുടെ ആക്രോശത്തോടെ ആഞ്ഞടിച്ചു. പാറക്കെട്ടുകൾ നിറഞ്ഞ നദിക്കരയിൽ നീണ്ടു നിവർന്നു കിടന്ന എൻ്റെ മേൽ ഗംഗാസാ നദിയിലെ കുളിരുന്ന കൊച്ചോളങ്ങൾ ഇടയ്ക്കിടെ വന്നലച്ചു. അടുത്ത് കടുവകൾ ഗർജിച്ചുവെങ്കിലും എൻ്റെ ഹൃദയം ഭയവിമുക്തമായിരുന്നു. എൻ്റെ ഉള്ളിൽ പുതുതായി ഉയർക്കൊണ്ട പ്രഭാമയമായ ശക്തിവിശേഷം അപ്രതിരോധ്യമായ പരിരക്ഷണത്തിൻ്റെ ഉറപ്പ് എനിക്ക് നൽകി. ഏതാനും മണിക്കൂറുകൾ വേഗം കടന്നുപോയി. മറ്റൊരു ജീവിതത്തിൻ്റെ മങ്ങിയ ഓർമ്മകൾ എൻ്റെ ഗുരുദേവനുമായുള്ള ഇപ്പോഴത്തെ പുനഃസമാഗമത്തിൻ്റെ ഉജ്ജ്വലമായ ശില്പവിധാനമായി ഇഴചേർന്നു. അടുത്തെത്തുന്ന കാലൊച്ചകൾ എൻ്റെ ഏകാന്ത ചിന്തകളെ തടസ്സപ്പെടുത്തി. ഇരുട്ടിലൊരു മനുഷ്യൻ്റെ കൈകൾ എന്നെ എഴുന്നേൽക്കാൻ മെല്ലെ സഹായിച്ചു. എന്നിട്ട് എനിക്ക് ഉണങ്ങിയ വസ്ത്രങ്ങൾ തന്നു. വരൂ സഹോദര, ഗുരുദേവൻ അങ്ങയെ കാത്തിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കാട്ടിലൂടെ വഴികാട്ടി. വഴിയിലെ ഒരു തിരിവിൽ ഞങ്ങൾ എത്തിയപ്പോൾ ദൂരത്ത് കരാളമായ രാത്രിയെ അഭംഗുരമായ ഒരു പ്രഭാപൂരം പെട്ടെന്ന് പ്രകാശമാനമാക്കി. അത് സൂര്യോദയമാണോ? തീർച്ചയായും രാത്രി മുഴുവൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഇപ്പോൾ പാതിരാവാണ്. എൻ്റെ വഴികാട്ടി ചെറുതായി പുഞ്ചിരിച്ചു. അതുല്യനായ ബാബാജി, ഇവിടെ ഇന്നു രാത്രി ആവിർഭവിപ്പിച്ച ഒരു സുവർണ സൗധത്തിൻ്റെ പ്രഭയാണ് ആ കാണുന്ന പ്രകാശം. അവ്യക്തമായ ഭൂതകാലത്ത് ഒരു കൊട്ടാരത്തിൻ്റെ മനോഹാരിതകൾ ആസ്വദിക്കണമെന്നുള്ള ആശ ഒരിക്കൽ അങ്ങ് പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ ഗുരുദേവൻ അങ്ങയുടെ ആ ആഗ്രഹം നിറവേറ്റി തന്നതാണ്. അങ്ങയുടെ കർമ്മത്തിൻ്റെ അവസാന ബന്ധത്തിൽ നിന്ന് അങ്ങയെ അങ്ങനെ മോചിപ്പിക്കുകയാണ്, അദ്ദേഹം തുടർന്നു. ഈ മനോജ്ഞമായ കൊട്ടാരം ഇന്നു രാത്രി അങ്ങയുടെ ക്രിയായോഗ ദീക്ഷയുടെ രംഗമായിരിക്കും. അങ്ങയുടെ വിദേശവാസത്തിൻ്റെ പരിസമാപ്തി കൊണ്ടാടുന്നതിൻ്റെ സ്വാഗതഗാനം പാടാൻ ഇവിടെയുള്ള അങ്ങയുടെ എല്ലാ സഹോദരന്മാരും ഒന്നുചേരുന്നു. നോക്കൂ, ഞങ്ങളുടെ മുന്നിൽ സ്വർണം കൊണ്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വിശാലമായ ഒരു രമ്യഹർമ്മ്യം നിലകൊണ്ടു. എണ്ണമറ്റ രത്നങ്ങളാൽ അലങ്കൃതമായ പ്രകൃതി ഭംഗിക്കൊത്ത് രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുടെ മധ്യത്തിൽ അത് സ്ഥിതി ചെയ്തു. നിശ്ചലമായ ജലാശയങ്ങളിൽ പ്രതിബിംബിച്ചത് അനുപമമായ മനോഹാരിതയുടെ ഒരു കാഴ്ചയായിരുന്നു. കോട്ട പോലെ ഉയർന്നു നിലകൊണ്ട കമാനങ്ങൾ ശ്രേഷ്ഠവും വജ്രവും ഇന്ദ്രനീലവും മരതകവും സങ്കീർണമായി പതിച്ചവയായിരുന്നു. മാണിക്യക്കല്ലുകൾ കൊണ്ട് അരുണവർണ്ണത്തിൽ ജ്വലിച്ചു തിളങ്ങിയിരുന്ന കവാടങ്ങളിൽ ദിവ്യമുഖകാന്തിയാർന്ന പാറാവുകാർ കാവൽ നിന്നിരുന്നു. ഞാൻ സഹചാരിയോടൊപ്പം വിശാലമായ സ്വീകരണ മുറിയിൽ പ്രവേശിച്ചു. പനിനീർ പൂക്കളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളം വായുവിലൂടെ ഒഴുകിയെത്തി. മങ്ങിയ ദീപങ്ങൾ വിവിധമാർന്ന പ്രകാശം വിതറി. ഭക്തന്മാരുടെ ചെറിയ സംഘങ്ങൾ അക്കൂട്ടത്തിൽ ചിലർ വെളുത്തവരും ചിലർ കറുത്തവരുമായിരുന്നു. മൃദുസ്വരത്തിൽ മന്ത്രോച്ചാരണം ചെയ്യുകയോ മൗനത്തിൽ ആന്തരിക ശക്തിയിൽ മുഴുകി ധ്യാനനിരതരായിരിക്കുകയോ ചെയ്തു. പ്രസരിപ്പാർന്ന ഒരു സന്തുഷ്ടി ആ അന്തരീക്ഷത്തിൽ കളിയാടി. ഞാൻ ആശ്ചര്യം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ മാർഗദർശി പുഞ്ചിരിയോടെ പറഞ്ഞു, അങ്ങയുടെ കണ്ണുകളെ വിരുന്നൂട്ടൂ. ഈ മനോജ്ഞ സൗധത്തിൻ്റെ കലാസൗകുമാര്യം ആസ്വദിക്കൂ. കാരണം ഇത് അങ്ങയുടെ ബഹുമാനാർത്ഥമായി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. സോദര, ഞാൻ പറഞ്ഞു, ഈ സൗധത്തിൻ്റെ മനോഹാരിത മനുഷ്യഭാവനയുടെ അതിരുകൾ അതിശയിക്കുന്നു. ഇതിൻ്റെ ഉത്ഭവത്തിൻ്റെ രഹസ്യം എന്നോട് ദയവായി പറയൂ. സസന്തോഷം ഞാൻ വിശദീകരിക്കാം. എൻ്റെ സഹചാരിയുടെ കറുത്ത കണ്ണുകൾ വിജ്ഞാനത്താൽ തിളങ്ങി. ഇതിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശദീകരിക്കാനാവാത്തതായി ഒന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവിൻ്റെ ചിന്തയുടെ ഒരു ആവിഷ്കാരമാണ്. ശൂന്യാകാശത്തൊഴുകി നടക്കുന്ന ഭൂമി എന്ന ഭാരമേറിയ മൺകട്ട ഈശ്വരൻ്റെ ഒരു സ്വപ്നമാണ്. അദ്ദേഹം തൻ്റെ മനസ്സിൽ നിന്നാണ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിച്ചത്. ഇത് മനുഷ്യൻ സ്വപ്നബോധത്തിൽ ഒരു സൃഷ്ടിയെ പുനരാവിഷ്കരിക്കുകയും ജീവജാലങ്ങളോടൊപ്പം ചൈതന്യവത്താക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ്.
ജഗൽപ്രഭു ഈ ഭൂമിയെ ആദ്യമൊരു ആശയമായി രൂപപ്പെടുത്തി. അദ്ദേഹം അതിന് ജീവൻ നൽകി. ആണവശക്തിയും പിന്നീട് ജഡവസ്തുക്കളും ഉത്ഭൂതമായി. അദ്ദേഹം ഭൂമിയുടെ പരമാണുക്കളെ ഒരു ഘനഗോളമായി ഏകോപിപ്പിച്ചു. അതിൻ്റെ തന്മാത്രകളെയെല്ലാം ഈശ്വരൻ്റെ ഇച്ഛയാണ് ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നത്. അദ്ദേഹം ആ ഇച്ഛാശക്തി പിൻവലിക്കുമ്പോൾ ഭൗമാണുക്കളെല്ലാം ഊർജമായി പരിണമിക്കുന്നു. ആണവ ഊർജം അതിൻ്റെ സ്രോതസ്സായ ബോധത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഭൂമി എന്ന ആശയം വസ്തുനിഷ്ഠത കൈവടിയും. ഒരു സ്വപ്നത്തിൻ്റെ ഉള്ളടക്കം സമൂർത്തമായി നിലനിർത്തുന്നത് സ്വപ്നം കാണുന്ന ആളിൻ്റെ ഉപബോധ ചിന്തകളാണ്. സ്വപ്നത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തുന്ന ആ ചിന്ത ജാഗ്രത അവസ്ഥയിൽ പിൻവലിക്കപ്പെടുമ്പോൾ സ്വപ്നവും അതിൻ്റെ ഘടകങ്ങളും വിലയിക്കുന്നു. ഒരാൾ കണ്ണുകളടച്ച് ഒരു സ്വപ്ന സൃഷ്ടി പടുത്തുയർത്തി ഉണരുമ്പോൾ അതിനെ അയത്നമായി അപ്രത്യക്ഷമാക്കുന്നു. അയാൾ ഈശ്വരൻ്റെ മൂലമാതൃക തന്നെ അവലംബിക്കുന്നു. അതുപോലെ പ്രപഞ്ചബോധത്തിൽ അയാൾ ഉണരുമ്പോൾ പ്രപഞ്ച സ്വപ്നമെന്ന മിഥ്യയെ അയത്നമായി വിലയിപ്പിക്കുന്നു. പരിമിതികളില്ലാത്തതും സർവശക്തവുമായ ഇച്ഛാശക്തിയോട് പൊരുത്തപ്പെട്ടിരിക്കുന്ന ബാബാജിക്ക് ഘടകാത്മകങ്ങളായ പരമാണുക്കൾ സ്വയം സംയോജിച്ച് ഏത് രൂപവും കൈക്കൊള്ളുവാൻ ആജ്ഞാപിക്കുക സാധ്യമാണ്. ഈ ഭൂമി യാഥാർത്ഥമാണെന്ന അതേ അർത്ഥത്തിൽ ക്ഷണേന സൃഷ്ടിച്ച ഈ സുവർണ സൗധവും യഥാർത്ഥമാണ്. ഈശ്വരൻ്റെ ചിന്ത ഭൂമിയെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി അതിനെ നിലനിർത്തുകയും ചെയ്യുന്നതുപോലെ തൻ്റെ സങ്കല്പത്തിൽ നിന്ന് ബാബാജി ഈ മണിമന്ദിരം സൃഷ്ടിച്ച് അതിൻ്റെ പരമാണുക്കളെ തൻ്റെ ഇച്ഛാശക്തിയാൽ ഏകോപിപ്പിച്ച് നിർത്തുന്നു. അദ്ദേഹം തുടർന്നു, ഈ സൗധത്തിൻ്റെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞാൽ ബാബാജി അതിനെ അപ്രത്യക്ഷമാക്കും. ഞാൻ ഭയഭക്തികളാൽ നിശബ്ദനായിരുന്നപ്പോൾ എൻ്റെ മാർഗദർശി കൈവീശിക്കാട്ടി പറഞ്ഞു, ഈ രത്നങ്ങളാൽ മോടി പിടിപ്പിച്ചിട്ടുള്ള ഈ തിളങ്ങുന്ന സൗധം മനുഷ്യപ്രയത്നത്താൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതിലുള്ള സ്വർണവും രത്നങ്ങളും ശ്രമപ്പെട്ട് ഖനനം ചെയ്തവയല്ല. മനുഷ്യന് ഒരു കനത്ത വെല്ലുവിളിയായി അത് കുറ്റമറ്റ രീതിയിൽ നിലകൊള്ളുന്നു. ബാബാജിയെപ്പോലെ ദൈവപുത്രൻ എന്ന സാക്ഷാത്കാരം നേടിയ ആർക്കും തൻ്റെ ഒളിഞ്ഞിരിക്കുന്ന അനന്ത ശക്തി വൈഭവങ്ങളാൽ ഏതു ലക്ഷ്യവും നേടാം. ഒരു വെറും സാധാരണ കല്ല് അത്യധികവും ആണവശക്തി ആരുമറിയാതെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഏറ്റവും എളിയ മനുഷ്യൻ പോലും ദൈവികതയുടെ ഒരു ശക്തിഗേഹമാണ്. ആ ദിവ്യദേഹം അടുത്തുണ്ടായിരുന്ന ഒരു മേശമേൽ നിന്ന് വജ്രഖചിതമായ കൈപിടിയുള്ള മനോജ്ഞമായൊരു പുഷ്പ കലശം കയ്യിലെടുത്തു. നമ്മുടെ മഹാനായ ആചാര്യൻ പരകോടി പ്രപഞ്ചകിരണങ്ങൾ ഘനീഭവിപ്പിച്ച് കൊട്ടാരം സൃഷ്ടിച്ചു. ഈ കലശവും അതിലെ വജ്രങ്ങളും തൊട്ടുനോക്കൂ, അവ ഇന്ദ്രിയാനുഭവത്തിൻ്റെ എല്ലാ പരീക്ഷകളും വിജയിക്കും. അദ്ദേഹം തുടർന്നു, ഞാൻ ആ കലശം പരിശോധിച്ചു നോക്കി. അതിലെ രത്നങ്ങൾ ഒരു രാജാതിരാജൻ്റെ ശേഖരത്തിന് അനുയോജ്യമായിരുന്നു. മുറിയുടെ ഭിത്തികളിലൂടെ ഞാൻ വിരലോടിച്ചു. അവ തിളങ്ങുന്ന കട്ടിയായ സ്വർണമായിരുന്നു. അഗാധമായ ഒരു സംതൃപ്തി എൻ്റെ മനസ്സിൽ നിറഞ്ഞു. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നിന്ന് എൻ്റെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരുന്ന ഒരാഗ്രഹം ഒരേ സമയത്ത് സംതൃപ്തമാക്കപ്പെടുകയും ദൂരീകരിക്കപ്പെടുകയും ചെയ്തതായി തോന്നി. അലങ്കൃതമായ വളച്ചുവാതിലിലൂടെയും ഇടനാഴികളിലൂടെയും കൂടി ഒരു സാമ്രാട്ടിൻ്റെ കൊട്ടാരത്തിൻ്റെ മോടിയിൽ സജ്ജീകരിച്ച ശയനമുറികളുടെ നിരയിലേക്ക് രാജകീയ പ്രൗഢിയാർന്ന എൻ്റെ സ്നേഹിതൻ എന്നെ നയിച്ചു. ഞങ്ങൾ അതിവിശാലമായൊരു ഹാളിൽ പ്രവേശിച്ചു. അതിൻ്റെ നടുവിൽ വിവിധ വർണ്ണങ്ങളുടെ ഉജ്ജ്വല ശോഭ പരത്തുന്ന രത്നങ്ങൾ പതിപ്പിച്ച ഒരു സിംഹാസനം നിന്നിരുന്നു. അതിൽ സർവ സമാരാധ്യനായ ബാബാജി പത്മാസനത്തിൽ ഉപവിഷ്ടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തിളങ്ങുന്ന തറയിൽ ഞാൻ നമസ്കരിച്ചു. ലാഹിരി, ഒരു സ്വർണ്ണ രാജസൗധത്തിനു വേണ്ടിയുള്ള നിന്റെ സ്വപ്നാഭിലാഷങ്ങൾ നീ ഇപ്പോഴും ആസ്വദിക്കുകയല്ലേ? എൻ്റെ ഗുരുനാഥൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രനീല കല്ലുകൾ പോലെ തന്നെ വെട്ടിത്തിളങ്ങുകയായിരുന്നു. ഉണരൂ, നിന്റെ ലൗകികമായ എല്ലാ ദാഹങ്ങളും എന്നേക്കുമായി ശമിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം അനുഗ്രഹത്തിൻ്റെ ചില ഗൂഢാർത്ഥ വചനങ്ങൾ ഉരുവിട്ടു. എൻ്റെ മകനെ, എഴുന്നേൽക്കൂ, ക്രിയായോഗത്തിലൂടെ ഈശ്വരൻ്റെ രാജ്യത്തിലേക്കുള്ള ദീക്ഷാകരണം സ്വീകരിക്കൂ. ബാബാജി തൻ്റെ കൈ നീട്ടി ഒരു ഹോമാഗ്നി പ്രത്യക്ഷമാക്കി. ഫലങ്ങളും പുഷ്പങ്ങളും അതിനു ചുറ്റുമുണ്ടായിരുന്നു. ആ ജ്വലിക്കുന്ന അൾത്താരയുടെ മുന്നിൽ വെച്ച് ഞാൻ വിമോചകമായ ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ചു. ചടങ്ങുകളെല്ലാം വെളുപ്പിനെ തീർന്നു. എൻ്റെ ആനന്ദ നിർവൃതിയുടെ അവസ്ഥയിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ആവശ്യം തോന്നിയില്ല. അമൂല്യനിധികളും മനോഹരമായ കൗതുക വസ്തുക്കളും നിറഞ്ഞു നിന്നിരുന്ന കൊട്ടാരമുറികളിൽ ഞാൻ ചുറ്റിക്കറങ്ങുകയും ഉദ്യാനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. തലേ ദിവസം ഞാൻ കണ്ടിരുന്ന ഗുഹകളും തരിശായ പർവ്വത ശിഖരങ്ങളും അടുത്തായി ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അപ്പോൾ ഒരു വിശാല സൗധവും പൂന്തോട്ടങ്ങളും അവയോട് ചേർന്നുണ്ടായിരുന്നില്ല. ഹിമാലയത്തിലെ തണുത്ത സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരത്തിൽ വീണ്ടും കടന്നു ചെന്ന് ഞാൻ എൻ്റെ ഗുരുദേവൻ്റെ സാന്നിധ്യം തേടി. നിശബ്ദരായ ധാരാളം ശിഷ്യരാൽ ചുറ്റപ്പെട്ട അദ്ദേഹം അപ്പോഴും സിംഹാസനസ്ഥനായിരുന്നു. ലാഹിരി, നിനക്ക് വിശപ്പുണ്ട്, ബാബാജി തുടർന്നു. നിന്റെ കണ്ണുകളടക്കൂ.
ഞാൻ കണ്ണുകൾ വീണ്ടും തുറന്നപ്പോൾ രമണീയമായ ആ ഹർമ്മ്യവും പൂന്തോട്ടങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. സൂര്യപ്രകാശം തട്ടിയിരുന്ന ഗുഹാമുഖങ്ങൾക്കധികം അകലെയല്ലാതെ മറഞ്ഞുകഴിഞ്ഞ കൊട്ടാരത്തിൻ്റെ അതേ സ്ഥാനത്ത് വെറും നിലത്താണ് എൻ്റെ സ്വന്തം ശരീരവും ബാബാജിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും രൂപങ്ങളും ഇപ്പോൾ ഇരുന്നിരുന്നത്. ബന്ധനത്തിലുള്ള പരമാണുക്കൾ എവിടെ നിന്ന് എത്തിയോ ആ ചിന്താസാരത്തിലേക്ക് തിരിച്ചുപോയി. ആ കൊട്ടാരം അപ്രത്യക്ഷമാകുമെന്ന് എൻ്റെ വഴികാട്ടി പറഞ്ഞിരുന്നത് ഞാൻ ഓർമ്മിച്ചു. സ്തബ്ധനായിപ്പോയെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഗുരുദേവനെ നോക്കി. മഹാത്ഭുതങ്ങളേതായ ഈ ദിനത്തിൽ അടുത്തതായി എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നെനിക്ക് അറിയില്ലായിരുന്നു. മണിമേട പടുത്തുയർത്തിയതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ സാധിച്ചു കഴിഞ്ഞു, ബാബാജി വിശദീകരിച്ചു. അദ്ദേഹം ഒരു മൺപാത്രം നിലത്തുനിന്നെടുത്ത് എൻ്റെ കൈ അതിൽ വയ്ക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള ആഹാരം സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പരന്ന ഒഴിഞ്ഞ പാത്രത്തിൽ തൊട്ട് വെണ്ണയിൽ പാകം ചെയ്ത ചൂടുള്ള ലുച്ചിയും കറിയും മധുര പലഹാരങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാത്രം എപ്പോഴും നിറഞ്ഞു തന്നെയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ആഹാരത്തിന് ശേഷം വെള്ളത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി. ഗുരുദേവൻ എൻ്റെ മുന്നിലെ പാത്രത്തിലേക്ക് ചൂണ്ടി ആഹാര പദാർത്ഥങ്ങൾ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവയുടെ സ്ഥാനത്ത് വെള്ളമായിരുന്നു. ഈശ്വരൻ്റെ സാമ്രാജ്യത്തിൽ ലൗകിക സാഫല്യങ്ങളും ഉൾപ്പെടുന്നുവെന്ന് വളരെ കുറച്ചുപേർ മാത്രം അറിയുന്നു. ബാബാജി പറഞ്ഞു, ദൈവിക സാമ്രാജ്യം ഭൗമവസ്തുക്കളോളം വ്യാപിക്കുന്നു. പക്ഷേ മിഥ്യാസ്വഭാവമാർന്ന ഭൂമി യാഥാർത്ഥ്യത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്നില്ല. പ്രിയ ഗുരുദേവ, സ്വർഗത്തിലെയും ഭൂമിയിലെയും സൗന്ദര്യത്തിൻ്റെ സംബന്ധം ഇന്നലെ രാത്രി അങ്ങ് എനിക്ക് കാട്ടിത്തന്നു. മറഞ്ഞുകഴിഞ്ഞ മണിമന്ദിരത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ പുഞ്ചിരിച്ചു. തീർച്ചയായും മറ്റൊരു സാധാരണ യോഗിയും ഇതിലേറെ ഉദാത്തവും ആഡംബരപൂർണവുമായ പരിസരങ്ങളിൽ വെച്ച് പരമാത്മാവിൻ്റെ നിഗൂഢതകളിലേക്കുള്ള ദീക്ഷാകരണം നേടിയിരിക്കുകയില്ല. ഇപ്പോഴത്തെ രംഗത്തിൻ്റെ രൂക്ഷമായ വ്യത്യാസം ഞാൻ ശാന്തനായി നോക്കി നിന്നു. വിജനമായ ഭൂതലം, ആകാശത്തിൻ്റെ മേൽക്കൂര, പ്രാകൃതമായ സംരക്ഷണം നൽകുന്ന ഗുഹകൾ എല്ലാം എൻ്റെ ചുറ്റുമിരുന്ന ദിവ്യാത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു രമണീയമായ നൈസർഗിക പശ്ചാത്തലമായി തോന്നി. അന്ന് ഉച്ചതിരിഞ്ഞ് എൻ്റെ കമ്പളത്തിൽ ഞാൻ ഇരുന്നു. പൂർവജന്മ സാക്ഷാത്കാരങ്ങളുടെ സംബന്ധങ്ങളാൽ പവിത്രമാക്കപ്പെട്ടതായിരുന്നു അത്. എൻ്റെ ദിവ്യഗുരു എടുത്തുവന്ന് തൻ്റെ കൈ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഓടിച്ചു. ഞാൻ നിർവികൽപ്പ സമാധിയിൽ ലയിച്ച് അതിൻ്റെ നിർവൃതിയിൽ 7 ദിവസം ഇടതടവില്ലാതെ മുഴുകി. ആത്മജ്ഞാനത്തിൻ്റെ പടിപടിയായ തലങ്ങൾ താണ്ടി യാഥാർത്ഥ്യത്തിൻ്റെ അനശ്വര സാമ്രാജ്യങ്ങളിൽ കടന്നു ചെന്നു. മിഥ്യയുടെ എല്ലാ പരിമിതികളും ഒഴിഞ്ഞുമാറി. പരമാത്മാവിൻ്റെ അൾത്താരയിൽ എൻ്റെ ആത്മാവ് പൂർണ്ണ പ്രതിഷ്ഠ നേടി. പാവനമായ ആ വിജനതയിൽ എക്കാലവും അദ്ദേഹത്തോടൊപ്പം കഴിയാൻ എന്നെ അനുവദിക്കണമെന്ന് 8ാമത്തെ ദിവസം എൻ്റെ ഗുരുദേവൻ്റെ പാദങ്ങളിൽ വീണ് ഞാൻ കേണപേക്ഷിച്ചു. എന്നെ ആശ്ലേഷിച്ചുകൊണ്ട് ബാബാജി പറഞ്ഞു, എൻ്റെ മകനെ, പൊതുജന ദൃഷ്ടിയിലാണ് ഈ ജന്മത്തിലെ നിൻ്റെ ഭാഗം നീ അഭിനയിക്കേണ്ടത്. ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി ജന്മങ്ങളിലെ ഏകാന്ത ധ്യാനത്താൽ അനുഗ്രഹീതനായ നീ ഇനി ഈ ലോകത്തെ മനുഷ്യരോട് ഇടപഴകണം. വിവാഹം കഴിച്ചിട്ട് ഒരു ചെറിയ കുടുംബവും തൊഴിൽ കാര്യങ്ങളുമാകുന്നതുവരെ ഈ ജന്മത്തിൽ നീ എന്നെ കണ്ടുമുട്ടിയില്ല എന്നതിന് തക്കതായൊരു കാരണമുണ്ട്. ഹിമാലയത്തിലെ ഞങ്ങളുടെ അജ്ഞേയ സംഘത്തിൽ ചേരുകയെന്ന ചിന്ത നീ മാറ്റിവെക്കണം. നിന്റെ ജീവിതം പട്ടണത്തിലെ ജനതയുടെ ഇടയിലാണ്. ആദർശശാലിയായ ഒരു ഗൃഹസ്ഥ യോഗിയുടെ മാതൃകയായി നീ സേവനം ചെയ്യണം. വ്യാകുലചിത്തരായ അനേകം സ്ത്രീ പുരുഷന്മാരുടെ ദീനരോദനങ്ങൾ മഹാത്മാക്കളുടെ കാതുകളിൽ വീണിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല. അദ്ദേഹം തുടർന്നു, ആത്മാർത്ഥതയുള്ള അനേകം അന്വേഷകർക്ക് ആത്മീയ സാന്ത്വനം ക്രിയായോഗത്തിലൂടെ പകരാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളും ഭാരിച്ച ലൗകിക ചുമതലകളും കൊണ്ട് ബുദ്ധിമുട്ടിക്കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവരെപ്പോലെ ഒരു ഗൃഹസ്ഥനായ നിന്നിൽ നിന്ന് പുതിയ പ്രതീക്ഷകൾ കൈക്കൊള്ളും. സർവോത്തമമായ യോഗസിദ്ധികൾ ഗൃഹസ്ഥന്മാർക്ക് അപ്രാപ്യമല്ലെന്ന അറിവിലേക്ക് നീ അവരെ നയിക്കണം. സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മമതയോ കൂടാതെ നിന്റെ ചുമതലകൾ ആത്മാർത്ഥമായി നിറവേറ്റുന്ന യോഗി ലോക മധ്യത്തിലാണെങ്കിലും ജ്ഞാനോദയത്തിൻ്റെ സുനിശ്ചിതമായ പാതയിലാണ് ചരിക്കുന്നത്. കർമ്മബന്ധങ്ങൾ ഓരോന്നും ആന്തരികമായി പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞ നിനക്ക് ഈ ലോകത്തെ പരിത്യജിക്കേണ്ട യാതൊരാവശ്യവുമില്ല. ലൗകികനല്ലെങ്കിലും നീ ഈ സംസാരത്തിൽ നിൽക്കണം. നിന്റെ കുടുംബപരവും തൊഴിൽ സംബന്ധവും പൗരധർമ്മപരവും ആത്മീയവുമായ കർത്തവ്യങ്ങൾ മനസാക്ഷിയോടെ നിറവേറ്റാൻ ഇനിയും അനവധി വർഷങ്ങൾ നിനക്ക് ബാക്കിയുണ്ട്. ലൗകികരുടെ വരണ്ട ഹൃദയങ്ങളിൽ ഒരു പുതിയ ദിവ്യപ്രതീക്ഷയുടെ മധുരമായ മന്ദമാരുതൻ കടന്നു ചൊല്ലും. ആന്തരികമായ പരിത്യാഗത്തെയാണ്, ബാഹ്യമായ പരിത്യാഗങ്ങളെയല്ല ആത്മവിമോചനം ആശ്രയിച്ചിരിക്കുന്നതെന്ന് നിന്റെ സന്തുലിതമായ ജീവിതത്തിൽ നിന്ന് അവർ മനസ്സിലാക്കും. ഉന്നതമായ ഹിമാലയത്തിൻ്റെ വിജനതയിൽ എൻ്റെ ഗുരുദേവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുടുംബവും ഓഫീസും ലോകവും എത്ര വിദൂരമായി തോന്നി. എങ്കിലും പരുക്കനായ സത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴങ്ങി. സമാധാനത്തിൻ്റെ ഈ അനുഗ്രഹീത സങ്കേതം വിടാൻ ഞാൻ അനുസരണയോടെ സമ്മതിച്ചു. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് യോഗവിദ്യ പകർന്നു കൊടുക്കുന്നതിൻ്റെ പ്രാചീനമായ കർക്കശ നിയമങ്ങൾ ബാബാജി എന്നെ പഠിപ്പിച്ചു.
ബാബാജി പറഞ്ഞു, ക്രിയയാകുന്ന താക്കോൽ അർഹരായ ശിഷ്യർക്കു മാത്രം നൽകുക. ഈശ്വരാന്വേഷണത്തിനായി തൻ്റെ എല്ലാം തന്നെ ത്യജിക്കാൻ ശപഥം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ ആത്യന്തിക ദുർഗ്രാഹ്യതകൾക്ക് ധ്യാനത്തിൻ്റെ ശാസ്ത്രത്തിലൂടെ ഉത്തരം കാണാൻ അർഹതയുള്ളൂ. ഈശ്വരതുല്യനായ ഗുരുവോ നഷ്ടപ്പെട്ടു പോയ ക്രിയായോഗ വിദ്യ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അങ്ങ് മനുഷ്യരാശിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ശിഷ്യത്വത്തിൻ്റെ കർക്കശ നിയമങ്ങളിൽ അയവ് വരുത്തി അതിൻ്റെ പ്രയോജനം വർദ്ധിപ്പിക്കുകയില്ലേ? ഞാൻ ബാബാജിയെ പ്രാർത്ഥനയോടെ നോക്കി. തുടക്കത്തിൽ പരിപൂർണമായ ആന്തരിക ത്യാഗം പ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും ആത്മാർത്ഥതയുള്ള എല്ലാ സാധകർക്കും ക്രിയാദീക്ഷ നൽകാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ത്രിവിധ താപങ്ങളാൽ പീഡിതരായ ലൗകികർക്ക് പ്രത്യേകം പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്. ക്രിയാദീക്ഷ അവർക്ക് നൽകാതിരുന്നാൽ മോചനത്തിൻ്റെ പാതയിൽ മുന്നേറാൻ അവർ ഒരിക്കലും ശ്രമിക്കുകയില്ല. അങ്ങനെയാകട്ടെ, ഈശ്വരേശ നിന്നിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിന്നോട് എളിമയോടെ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും ക്രിയ നൽകൂ. കൃപാനിധിയായ ഗുരുദേവൻ ഉത്തരം പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം ബാബാജി തുടർന്നു. ഭഗവത്ഗീതയിലെ ഈ അതിമഹത്തായ വാഗ്ദാനം ഓരോ ശിഷ്യനോടും ആവർത്തിച്ചു പറയുക. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മത്തിൻ്റെ അല്പമാത്രമായ ആചരണം പോലും വലുതായ ഭയത്തിൽ, തുടർച്ചയായ ജനിമൃതി ചക്രത്തിൽ അടങ്ങിയിരിക്കുന്ന കഠിനമായ ദുരിതങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കും. അടുത്ത പ്രഭാതത്തിൽ വിടവാങ്ങുന്നതിനു മുമ്പുള്ള ഒരു ആശീർവാദത്തിനായിട്ട് ഗുരുദേവൻ്റെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചപ്പോൾ പിരിയുന്നതിലുള്ള എൻ്റെ വലിയ മടി അദ്ദേഹം മനസ്സിലാക്കി. നാം തമ്മിൽ വേർപാടൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ. സ്നേഹത്തോടെ അദ്ദേഹം എൻ്റെ തോളിൽ തൊട്ടു. നീ എവിടെയാണെങ്കിലും ശരി, എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ തൽക്ഷണം നിൻ്റെ അടുത്തുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിസ്മയകരമായ വാഗ്ദാനത്താൽ സാന്ത്വനപ്പെട്ടും പുതുതായി ലഭിച്ച ആത്മജ്ഞാനത്തിൻ്റെ സ്വർണത്താൽ ധനികനായും ഞാൻ മലകളിറങ്ങി താഴേക്ക് പോയി. എൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകർ എന്നെ സ്വാഗതം ചെയ്തു. ഹിമാലയ വനങ്ങളിൽ എനിക്ക് വഴിതെറ്റിപ്പോയെന്ന് കഴിഞ്ഞ 10 ദിവസങ്ങളായി അവർ വിചാരിച്ചിരുന്നു. കേന്ദ്ര ഓഫീസിൽ നിന്നൊരു കത്ത് താമസിയാതെ എത്തി. ലാഹിരി ദാനാപുരം ഓഫീസിൽ മടങ്ങിയെത്തണം എന്നായിരുന്നു സന്ദേശം. റാണിഖേത്തിലേക്ക് സ്ഥലം മാറ്റം തെറ്റായി സംഭവിച്ചതാണ്. റാണിഖേത്തിലെ ചുമതലകൾ ഏറ്റെടുക്കാൻ മറ്റൊരാളെ ആയിരുന്നു അയക്കേണ്ടിയിരുന്നത്. ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്തേക്ക് എന്നെ നയിച്ച സംഭവങ്ങളുടെ രഹസ്യമായ അന്തർധാരകളെപ്പറ്റി ഓർത്ത് ഞാൻ പുഞ്ചിരിച്ചു.